Welcome back to my channel. Today's video is very special and very close to my heart. So let's create a vision board, a reminder of life and working towards. നമുക്കറിയാമല്ലേ, വിഷൻ ബോർഡ് എന്ന് ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട് കുറേ സോഷ്യൽ മീഡിയാസിലാണെങ്കിലും ഒക്കെ. അപ്പോൾ വി ഫീൽ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സംതിങ് വി ആർ ഡൂയിങ് ജസ്റ്റ് ഫോർ ഫൺ. അങ്ങനെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ഫൺ, ഇറ്റ്സ് ജസ്റ്റ് ഫോർ ക്ലാരിറ്റി. എപ്പോഴും അത് കാണുന്നത് when we see our goals every day, our mind starts believing, അല്ലേ? അപ്പോൾ അതിങ്ങനെ ഡെയിലി നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ we start believing we have to do this. അപ്പോൾ we start working on it. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് എനി മാജിക്. അങ്ങനത്തെ ഒരു സംഭവമല്ല, മാജിക് ഒന്നുമല്ല. we have to do some actions. അപ്പോഴാണ് അതൊക്കെ വർക്കാവുള്ളൂ. അപ്പോൾ പക്ഷേ അത് നമ്മളെ ഒരു സ്ഥലത്ത് നല്ല ഭംഗിയിൽ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട് നമ്മൾ അതൊക്കെ നല്ല രസത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ആർട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. കുറേ നിങ്ങൾക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഇനി സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് അപ്പോൾ യൂഷ്വലി ലേഡീസ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലേ? ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെച്ച് അതിനെ അതൊരു റിച്വൽ പോലെ നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിൻ്റെ പിന്നെ നല്ല ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളതിൻ്റെ റിമൈൻഡർ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു സംഭവം, ഒരു ക്ലാരിറ്റി നമ്മുടെ ജീവിതത്തിന് കൊണ്ടുവരിക എന്നുള്ള അത് നമുക്ക് കിട്ടും. അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ്, ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ കുറേ ഇങ്ങനത്തെ പേപ്പേഴ്സ്, ക്രാഫ്റ്റ് പേപ്പേഴ്സ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡ്രൈഡ് ഫ്ലവേഴ്സ്, ത്രെഡ്സ്, പിന്നെ എന്താ പറയുക, പിന്നെ ഓഫ് കോഴ്സ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ആ എസ്തെറ്റിക്കലി പ്ലീസിങ് എന്നുള്ള കാര്യം നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണോ നമ്മുടെ ഫോക്കസും നമ്മളുടെ ആവശ്യങ്ങളും ഗോൾസും അതൊക്കെ നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് അതിനാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, ഇപ്പം ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത് ആ സ്ഥലത്തിൻ്റെ പിക്ചർ വെക്കുക. അതേപോലെ ഡെയിലി ജിമ്മിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് തീരെ നടക്കണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജിമ്മിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ അതിൽ വെക്കുക. ജിമ്മിൽ പോയില്ലെങ്കിലും ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടെങ്കിലും നമ്മൾ അത് ഒന്ന് ചെയ്യണം എന്നുള്ള ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തെങ്കിലും പിക്ചർ വെക്കുക. അതേപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ബാലൻസ്ഡ് മീലിൻ്റെ പിക്ചേഴ്സ് വെക്കാം. അപ്പോൾ ഇത് അങ്ങനെ കുറേ, അതുപോലെ വായിക്കണ കാര്യങ്ങൾ, നമുക്ക് വായിക്കാനുള്ള ബുക്സിൻ്റെ പടങ്ങൾ അതിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ബുക്സ് വായിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് വെക്കാം. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് കോമൺ ആയിട്ട് നമ്മൾ ലേഡീസിന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ ചേഞ്ചസ് വരുത്തണം എന്ന് വിചാരിക്കുന്ന കുറച്ച് മേഖലകളൊക്കെയാണ് ഞാനതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ജിദ്ദയിൽ ഒരു വിഷൻ ബോർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. നല്ല രസമായിരുന്നു അത്. എല്ലാവരും ഇപ്പം നമുക്കറിയാമല്ലേ, ഇതൊക്കെ ഒന്ന് എടുത്ത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചിന്തിക്കുക എന്നല്ലാതെ അതിന് മെനക്കെട്ട് നമ്മളത് പിക്ചേഴ്സൊക്കെ പ്രിൻറ്റ് ചെയ്ത് ചിലപ്പോൾ പലരിത് കണ്ടിട്ടുണ്ടാവും, ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും ഓഫ് കോഴ്സ്. പക്ഷേ ഇതൊരു ഫണ്ണും കൂടിയാണ്. പിന്നെ നമ്മളുടെ ഗോൾസ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് അവരവരുടെ രീതിയിൽ അവരവർക്ക് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഒട്ടിക്കാം. അതായത് ഒരു ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഐ ഹാവ് ടു ഡൂ ഇറ്റ് അഗെയിൻ, അല്ലെങ്കിൽ ഐ ഹാവ് ടു റീഡൂ ഇറ്റ് എന്നുള്ള ആ ഒരു ഇത് മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട എല്ലാം പോയിട്ട്. അപ്പോൾ അതിനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മളൊരു പാർട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ ഓപ്പൺ സ്പേസിൽ, ഇപ്പം നല്ല വെതറൊക്കെയാണ് ഇവിടെ, അപ്പോൾ ഓപ്പൺ സ്പേസിലിരുന്ന് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിരുന്ന് ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച്, പിന്നെ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് അതിനെ നല്ല ഭംഗിയാക്കി അതിനെക്കുറിച്ച് പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിട്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ
നമുക്ക് ലൈഫിലൊരു പേർപ്പസ് വേണമെന്നും അത് ചെയ്യണമെന്നും അത് നേടിയെടുക്കണമെന്നും ഒക്കെ ഉള്ള ഒരു ചിന്ത അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തായാലും വരും അല്ലേ. അപ്പം അത് മുന്നോട്ട് തന്നെ അത് ചെയ്ത എല്ലാവരും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഒരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ടൈം ഒരു 4:30 ടു 6:30 വരെയുള്ള ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റും പിന്നെ എല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിക്കാനുള്ള ഒരു ടൈമും. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചു. ഫുഡൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഭയങ്കര ഒരു കൊസി ഒരു ഈവനിങ് ആയിരുന്നു അത്. നമ്മളുടെ ലൈഫിനെ പറ്റിയുള്ള നമ്മൾ ലൈഫിന് കൊടുക്കാവുന്ന കുറച്ച് മൊമെൻറ്റ്സ് അല്ലേ. ഇങ്ങനത്തെ പാർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നാവണം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കും, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ലൈഫിനേക്കാളും ഒരു പടി മുന്നിൽ ഞാൻ ലെവലപ്പ് ചെയ്യും എന്നുള്ള ചിന്തയിലായിരിക്കും ഓരോരുത്തരും വന്നിട്ടുണ്ടാവുക. ഇത് കാണുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഇത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരും എന്താണ് വിഷൻ ബോർഡ് അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഇതും കാണുന്ന ആൾക്കാർ. അപ്പോൾ again to you all, you're not late, you're just becoming. അപ്പോൾ write your goals, make your vision board and take one small step today. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കൊക്കെ തരിക. ആൻഡ് വാട്ട്സ് യുവർ കമൻറ്റ് ഓൺ ദീസ് വീഡിയോ? അതായത് എന്താണ് നിങ്ങൾക്ക് വിഷൻ ബോർഡിനെ പറ്റി പറയാനുള്ളത്? നിങ്ങൾ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്ത എക്സ്പീരിയൻസ് എന്താണ്? ചെയ്ത ആൾക്കാർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? സോ ഹാവ് യു നോട്ടീസ്ഡ് ഇറ്റ്? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. താങ്ക് യു സോ മച്ച്.